ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നേത്രാവതി പുഴ ശുദ്ധീകരിക്കുവാൻ 1000-ലധികം പേരുടെ ശ്രമദാനം. കർഷകരുടെ ജീവിതമായും ഭക്തരുടെ പുണ്യനദിയായും ഒഴുകുന്ന നേത്രാവതിയിൽ മാലിന്യം കുന്നുകൂടിയതോടെയാണ് ശുചീകരണം നടത്തിയത്. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല ക്ഷേത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പേർ ദിനംപ്രതി ദർശനത്തിനെത്തുന്ന സ്ഥലമാണ്. ഭക്തരിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിന് സമീപത്തെ നേത്രാവതി സ്നാനഘട്ടത്തിലാണ് പുണ്യസ്നാനം നടത്തുന്നത്. ഇത്തരത്തിൽ ഭക്തർ പാപങ്ങൾ കഴുകിക്കളയുമ്പോൾ നേത്രാവതി നദിയാകട്ടെ പൂർണ്ണമായും മലിനപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഉപേക്ഷിച്ച വസ്ത്രങ്ങളും സോപ്പുകളുടെ കവറുകളും ഷാംപൂ ബോട്ടിലുകളും കുമിഞ്ഞുകൂടി പുഴ വലിയ രീതിയിലാണ് മലിനപ്പെട്ടത്. ഇത് പുഴയെ ആശ്രയിക്കുന്ന കർഷകരെയും ബുദ്ധിമുട്ടിലാക്കി. ഈ സാഹചര്യത്തിലാണ് ബെൽത്തങ്ങാടിയിലുള്ളവർ നേത്രാവതി ശുചീകരണ ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നത്. തുടർന്ന് 1000-ലധികം പേർ നേത്രാവതി സ്നാനഘട്ടത്തിൽ ബൃഹത്തായ രീതിയിൽ ശുചീകരണം നടത്തുകയായിരുന്നു. ಸ್ವಚ್ಛತೆ ಅನ್ನೋದು ದೇವಸ್ಥಾನದಲ್ಲಿ ದಿನ ಬೆಳಗಾದರೂ ಎಲ್ಲರೂ ಕೂಡ ಎಲ್ಲ ಕಡೆಯಲ್ಲಿ ಮಾಡ್ತಾರೆ. ಆದರೆ ಇಲ್ಲಿ ಒಂದು ವಿಶೇಷತೆ ಏನು ಅಂತ ಹೇಳಿದರೆ, ತುಂಬ ಜನ, ಸಾವಿರಾರು ಜನ ಭಕ್ತಾದಿಗಳು ಈ ನೇತ್ರಾವತಿಯ ಸ್ನಾನಘಟ್ಟದಲ್ಲಿ ಬಂದು ಅವರು ಸ್ನಾನ ಮಾಡಿ ದೇವರ ದರ್ಶನವನ್ನು ಮಾಡ್ತಾರೆ. ಆದರೆ ಸ್ನಾನಕ್ಕೆ ಬರಬೇಕಿದ್ರೆ ಅವರು ಉಪಯೋಗ ಮಾಡಿದಂಥ ಬಟ್ಟೆಗಳನ್ನು, ಅಂದರೆ ನಂಬಿಕೆ ಇರ್ತದೆ, ಭಕ್ತಾದಿಗಳೊಂದು ನಂಬಿಕೆ ಉಂಟು. ಯಾಕಂದರೆ ನಾವು ಏನಾದರೂ ಈ ಬಟ್ಟೆಗಳನ್ನು ಹಾಕಿದ ಕೂಡ ನಮ್ಮ ಪಾಪ ಪರಿಹಾರ ಆಗ್ತಾ ಇದೆ. ಆ ದೃಷ್ಟಿಯಲ್ಲಿ ಬಂದಂಥ ಭಕ್ತಾದಿಗಳೇನು ನಾವು ಸ್ನಾನ ಮಾಡಿ ಹೋಗುವಾಗ ಅವರಲ್ಲಿ ಅವರು ತೊಟ್ಟುಕೊಂಡಂಥ ಹಳೆ ಬಟ್ಟೆಗಳೇನುಂಟು ಅದನ್ನು ನೀರಲ್ಲಿ ಹಾಕಿ ಮತ್ತು ದೇವರ ಫೋಟೋಗಳು ಇರ್ಬೋದು, ಇನ್ನಿತರ ಮನೆಯಲ್ಲಿ ಭಕ್ತಿಗಾಗಿ ಇಟ್ಟಂಥ, ನಂಬಿಕೆಗಾಗಿ ಇಟ್ಟಂಥ ವಸ್ತುಗಳಿರ್ಬೋದು, ಕೂದಲು ಇರ್ಬೋದು, ಮತ್ತು ನೂಲುಗಳಿರ್ಬೋದು, ಬೇರೆ ಬೇರೆ ವಸ್ತುಗಳನ್ನು ಇಲ್ಲಿ ಬಂದು ಹೊಳೆಯಲ್ಲಿ ಬಿಟ್ಟು ಹೋಗ್ತಾರೆ. ಆದರೆ ಅವರ ಪಾಪವನ್ನು ಪರಿಹಾರ ಮಾಡಿ ಹೋಗುವಂಥ ಅವರ ನಂಬಿಕೆ ಇರ್ಬೋದು. ಆದರೆ ಅವರ ನಂತರ ಬರುವಂಥ ಭಕ್ತಾದಿಗಳು ಇಲ್ಲಿ ಸ್ನಾನ ಮಾಡುವಾಗ ಅವರಿಗೆ ಕಷ್ಟ ಆಗ್ತಾ ಉಂಟು. ಯಾಕಂದರೆ ಸ್ನಾನ ಮಾಡಿ ಅವನ ಮೇಲೆ ಬರಬೇಕಿದ್ರೆ ಆ ಬಟ್ಟೆಗಳು ಅವನ ತಲೆಯಲ್ಲಿಯೋ ಹೆಗಲಲ್ಲಿಯೋ ಸಿಕ್ಕಿಕೊಡ್ತದೆ. ಆದ ಕಾರಣ ನಾವು ಇವತ್ತು ಸ್ವಚ್ಛತೆ ಮಾಡೋ ಜೊತೆಗೆ ನಾವು ಒಂದಷ್ಟು ಬಂದಂಥ ಭಕ್ತಾದಿಗಳಲ್ಲಿ ವಿನಂತಿ ಮಾಡೋ ಕೆಲಸವನ್ನು ಕೂಡ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ആരാധനാലയങ്ങളുടെ പരിധിയിലുള്ള നദികളുടെ 500 മീറ്ററിനുള്ളിൽ ഷാംപൂ, സോപ്പ് എന്നിവയുടെ വിൽപ്പന നിരോധിക്കാനും ഭക്തർ സ്നാനഘട്ടത്തിന് സമീപം വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനും ദിവസങ്ങൾക്ക് മുൻപ് വനം പരിസ്ഥിതി മന്ത്രി ഈശ്വര ബി ഖണ്ഡ്രെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ശുചീകരണം. നേത്രാവതി പുഴയിൽ നിന്നും കരയിൽ നിന്നുമായി വസ്ത്രങ്ങളുടെയും സോപ്പ്, ഷാംപൂ പാക്കറ്റുകളുടെയും കൂമ്പാരം തന്നെ കണ്ടെത്തി. ബെൽത്തങ്ങാടി പോലീസ് വകുപ്പിന്റെയും STM കോളേജ് വിദ്യാർത്ഥികളുടെയും സഹകരണവും ശുചീകരണത്തിനുണ്ടായിരുന്നു. ಅಂದರೆ ಧರ್ಮಸ್ಥಳ ಅನ್ನುವಂಥದ್ದು ಒಂದು ವರ್ಲ್ಡ್ ವೈಡ್ ಇಂದ ಬರುವಂಥದ್ದು ಇದೆ ಇಲ್ಲಿಗೆ. ಸೊ ಇಲ್ಲಿನ ಜನರು ಏನು ಕಂಪ್ಲೇಂಟ್ ಹೇಳ್ತಾರೆ ಅಂತಂದರೆ, ಬೇರೆ ಕಡೆಯಿಂದ ಬರುವವರು ಇಲ್ಲಿನ ಸಂಸ್ಕೃತಿಯನ್ನು, ಅಂದರೆ ಸ್ವಚ್ಛತೆಯನ್ನು ಇಟ್ಕೊಳ್ಳೋದಿಲ್ಲ, ಹಾಳು ಮಾಡ್ತಾರೆ, ಇದರಿಂದ ನಮಗೆ ತೊಂದರೆ ಆಗ್ತದೆ ಅಂತ ಹೇಳ್ತಾರೆ. ಸೊ ಅದಕ್ಕೆ ಬಂದವರು ಹೋದ ಜಾಗವನ್ನು ಹಾಳು ಮಾಡದೆ ನೀಟ್ನೆಸ್ಸನ್ನು ಅಲ್ಲಿ ಮೇಂಟೈನ್ ಮಾಡಬೇಕು. ಎಲ್ಲ ಕಡೆ ಕಸದ ಬುಟ್ಟಿಗಳನ್ನೆಲ್ಲ ಇಟ್ಟಿರ್ತಾರಲ್ಲ, ಸೊ ಅದೆಲ್ಲ ಪ್ರೊವೈಡ್ ಮಾಡಿರುವಾಗ ಅದನ್ನೆಲ್ಲ ಯೂಸ್ ಮಾಡಿಕೊಂಡು ಅಲ್ಲೇ ಅವರ ಹಳೆ ಬಟ್ಟೆಗಳನ್ನು ಇರ್ಬೋದು, ಅಥವಾ ಇವಾಗ ನಾವಲ್ಲಿ ಸೋಪೆಲ್ಲ ಸುಮಾರಷ್ಟಿತ್ತು, ಒಂದೊಂದು ರಾಶಿ, ಅದೆಲ್ಲ ಬರೀ ಒಂದೊಂದು ದಿನದ್ದು, ಒಂದು ಹೊತ್ತಿಂದು. ಸೊ ಹೀಗೆ ಆಗುವಾಗ ಒಂದು ವಾರದಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು ಅಥವಾ ಒಂದು ತಿಂಗಳಲ್ಲಿ ಎಷ್ಟಿರ್ಬೋದು, ಅದನ್ನೆಲ್ಲ ಸ್ವಲ್ಪ ಗಮನ ವಹಿಸಬೇಕು. ಅದರ ಬಗ್ಗೆ ಎಲ್ಲ ಬಂದವರು ಕೂಡ ಒಂದು ಜಾಗದಲ್ಲಿ ಹೇಗಿರಬೇಕು ಅನ್ನೋಂಥದ್ದು ಕೂಡ ಅದು ಅವರಿಗೆ ಕೂಡ ಅದು ಅಂದರೆ ಅವ್ರ ಮನದಟ್ಟು ಮಾಡಿಕೊಂಡು ಬರಬೇಕು. ಇನ್ನೊಂದು ಕಡೆ ಹೋಗಿ ಅದನ್ನು ಹಾಳು ಮಾಡುವಂಥದ್ದಲ್ಲ ಅನ್ನೋದು ನನ್ನ ಕನ್ಸರ್ನ್. പാപം കഴുകിക്കളയുമ്പോൾ പുണ്യനദികൾ മലിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന സന്ദേശമാണ് ഈ ശുചീകരണം ഭക്തർക്ക് നൽകുന്നത്. ഇത്തരത്തിൽ അടുത്ത വർഷം ശുചീകരണം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.